വാർത്തകൾ തുടരുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. തലശ്ശേരി പേൾ വ്യൂ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ പുസ്തകം പ്രകാശനം ചെയ്തു. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പുസ്തകം ഏറ്റുവാങ്ങി. 30 വർഷം അദ്ദേഹവുമായി ഇണങ്ങിയും ബന്ധം കാത്തുസൂക്ഷിച്ച ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. നേരത്തെ അദ്ദേഹം പരാമർശിച്ചതുപോലെ തന്നെ അദ്ദേഹവും ഞാനും ഏതാണ്ടൊരു 1/2 കിലോമീറ്റർ അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്ന ആളാണ്. ഞങ്ങൾ രണ്ടുപേരും കോടിയേരി വില്ലേജിൽ താമസിക്കുന്ന ആളുകളുമാണ്. നവാസ് മേത്തറെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സെൽഫ് മെയ്ഡ് ജേർണലിസ്റ്റാണ്. കഠിനാധ്വാനം കൊണ്ട് മാത്രം കേരളത്തിലെ പത്രപ്രവർത്തന മേഖലയിൽ ആർക്കും അവഗണിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയായി മാറിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ നവാസ് മേത്തർ. എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. സെൽഫ് മെയ്ഡ് എന്ന് പറയാൻ കാരണം അദ്ദേഹം അക്കാഡമിക് യോഗ്യതകൾ നേടി അതിലൂടെ ജേർണലിസ്റ്റ് ആയ ആളല്ല, മറിച്ച് എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസിലൂടെ ഒരു വ്യക്തിക്ക് എങ്ങനെ ജേർണലിസ്റ്റ് ആവാം, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ നവാസ് മേത്തർ. കഠിനാധ്വാനത്തിലൊരു മനുഷ്യൻ എവിടം വരെ എത്താം, അതിൻ്റെയും ഉദാഹരണമാണ് ശ്രീ നവാസ് മേത്തർ. കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ നിലയിലേക്ക് അദ്ദേഹം എത്തിയെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ കൂടിയിരിക്കുന്ന സദസ്സും അതിന് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ പരിപാടിയിലേക്ക് ആളെ ക്ഷണിച്ചത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹത്തിനാണ് ക്ഷണിക്കുന്ന പോലെയാണ്. ഓരോ വ്യക്തിയും തൊട്ടറിഞ്ഞ് തൊട്ട് നിർബന്ധമായി ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന രീതിയിൽ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഒരു പ്രൗഢഗംഭീരമായ സദസ്സ് ഇവിടെ ഒരുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അദ്ദേഹം രാഷ്ട്രദീപികയുടെ പത്രപ്രവർത്തകനാണ്. ഒരേ സമയം പ്രിന്റിലും വിഷ്വലിലും പ്രവർത്തിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്. പ്രിന്റ് മീഡിയ ഒരു ഭാഗത്ത് രാഷ്ട്രദീപിക കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ കണ്ണൂർ വിഷൻ എന്ന ചാനലിലൂടെ ഇന്ന് കണ്ണൂരിലെ ജനങ്ങൾക്ക് പരിചിതമായ മുഖമാണ് ശ്രീ നവാസ് മേത്തർ. പ്രിന്റ് മീഡിയയുടെ പ്രശ്നം, പ്രിന്റ് മീഡിയയിൽ ബൈലൈൻ എഴുതുന്നവരുടെ പേര് മാത്രമേ അവർക്കറിയൂ. ഷാർജ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡെക്കാൻ ഇംപ്രിന്റ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പായ അൺക്ലൈംസ് മൻകൽ സൂത്രയുടെ കവർ പ്രകാശനം ദീപിക മാനേജിംഗ് ഡയറക്ടർ മോൺ മൈക്കിൾ വെട്ടിക്കാട്ട് നിർവഹിച്ചു. തലശ്ശേരി നഗരസഭാ അധ്യക്ഷ KM ജിംനാരായണൻ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ ന്യൂസിനായുള്ള 100 കോപ്പിയുടെ വിതരണോദ്ഘാടനം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P. ജയരാജൻ നിർവഹിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഏറ്റുവാങ്ങി. കൈരളി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകം നവാസ് മേത്തറുടെ പ്രഥമ പുസ്തകമാണ്. 35 വർഷക്കാലമായി മാധ്യമരംഗത്ത് പ്രവർത്തിച്ചു വരുന്ന നവാസ് മേത്തറുടെ അനുഭവ പശ്ചാത്തലത്തിൽ രചിച്ചിട്ടുള്ള പരമ്പരകളാണ് വായനയുടെ രസച്ചരടിൽ ഭംഗിയായി കോർത്തിണക്കി പ്രസിദ്ധീകരിക്കുന്നത്. കണ്ണൂരിന്റെ രാഷ്ട്രീയ സംഘർഷങ്ങളും നേതാക്കളുടെ ചുവടുമാറ്റങ്ങളും ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങളും നേരിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ കണ്ടും കേട്ടും അറിഞ്ഞ കാര്യങ്ങളാണ് വ്യക്തതയോടെ നവാസ് മേത്തർ രേഖപ്പെടുത്തി വെക്കുന്നത്. ഒരു നോവൽ വായിക്കുന്ന സുഖകരമായ വായനയോടെ ഇതിലെ ഓരോ കുറിപ്പുകളും നമുക്ക് വായിക്കാമെന്നതാണ് ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത. ചുമ എന്ന രസകരമായ അധ്യായത്തിൽ ആരംഭിച്ച് ചായ എന്ന അധ്യായത്തിൽ അവസാനിക്കുന്നതാണ് ഈ പുസ്തകത്തിലെ വായന. മാഷ് തീർന്നു, അവർ കയറിപ്പോകുന്നത് കണ്ടു, വനത്തിനുള്ളിൽ പകച്ചു നിന്ന് DGP, തിരുവോണനാളുകളെ കൊലവിളി, പിലാക്കണ്ടിയുടെ ബിരിയാണി ചാരൻ, മദ്യം കടത്താൻ പോലീസ് ജീപ്പ്, കുഞ്ഞുഞ്ഞെ കഞ്ഞി കുടിച്ചുപോ, ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങി മമ്മൂട്ടി, ഐസ്ക്രീം ബോംബ്, സ്റ്റീൽ ബോംബ്, മനോജ് അബ്രഹാം IPSന്റെ ടോർച്ചും പൊട്ടിത്തെറിക്കുന്ന ബോംബും, മോർച്ചറി, കറുപ്പ് തുടങ്ങിയ അധ്യായങ്ങളാണ് പുസ്തകത്തിലുള്ളത്. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി, ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP, ഷാഫി പറമ്പിൽ MP, ഡോക്ടർ ആസാദ് മൂപ്പൻ എന്നിവരുടെ കുറിപ്പുകളോടെയാണ് പുസ്തകം അവതരിപ്പിക്കുന്നത്. ഗ്രന്ഥകാരൻ നവാസ് മേത്തർ ആമുഖ ഭാഷണം നടത്തി. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ, പോണ്ടിച്ചേരി മുൻ ആഭ്യന്തര ടൂറിസം വകുപ്പ് മന്ത്രി E. വത്സരാജ്, നിയമപരിഷ്കരണ കമ്മീഷൻ അംഗവും മുൻ ജില്ലാ ജഡ്ജിയുമായി
ടി ഇന്ദിര, ദീപിക ഡയറക്ടറും ഇന്തോനേഷ്യ മലയാളി സമാജം പ്രസിഡന്റുമായ ബെന്നി മാത്യു വാഴപ്പിള്ളി, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV രാജൻ, കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ബിജേഷ് അച്ചാണ്ടി എന്നിവർ വിശിഷ്ടാതിഥികളായി. കൈരളി ബുക്സ് മാനേജിംഗ് ഡയറക്ടർ O അശോക് കുമാർ പുസ്തക വിശദീകരണം നടത്തി. ബാംഗ്ലൂർ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് കൺസൾട്ടന്റ് M ശിവപ്രസാദ്, KSA ഇന്റർനാഷണൽ ട്രെയിനർ ഡോക്ടർ പോൾ തോമസ്, എഴുത്തുകാരി റഫ്സാന കഥ, കോടിയേരി ബാലകൃഷ്ണന്റെ ജീവിത പങ്കാളി വിനോദിനി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. സംഘാടക സമിതി ജനറൽ കൺവീനർ പ്രിൻസ് എബ്രഹാം സ്വാഗതവും കൺവീനർ അനീഷ് പാതിരിയാട് നന്ദിയും പറഞ്ഞു.